ഹായ് സോൾസ്. സോ എനിക്ക് ഒരു ഇൻഫോർമേഷൻ പറയണമെന്ന് കരുതി വീഡിയോ എടുത്തതാണ്. ലൈക്ക് ഈ ഒരു 6 പോർട്ടലിന് ശേഷം സാറ്റേൺ റിട്രോഗ്രേഡ് 7 പോർട്ടൽ, അതുപോലെ നെപ്റ്റ്യൂണിൻ്റെ റിട്രോഗ്രേഡ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഭയങ്കര ക്രൂഷ്യലായിട്ടാണ് അത് നമ്മുടെ ബോഡീനെ എഫക്റ്റ് ചെയ്യുന്നത്. നമുക്ക് നല്ല രീതിയിൽ മൂഡ് സ്വിങ്സ്, ഇന്ന് ന്യൂ മൂണാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഭയങ്കര പർജിങ്, സ്വപ്നങ്ങൾ DM-നെ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾ. കുറേ മെസ്സേജസ് അവരതിലൂടെ അയക്കുന്നുണ്ടായിരിക്കും, ടെലിപ്പതി മെസ്സേജസ്. നിങ്ങൾ കാർമിക്കിനെ സ്വപ്നം കാണാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക, അത് അവിടെ നടക്കുന്ന എന്തെങ്കിലും സീന് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതായിരിക്കും യൂണിവേഴ്സ്, ഇഫ് യു ആർ ഇൻ എ ട്വിൻ ഫ്ലെയിം ജേർണി. പിന്നെ അസെൻഷൻ്റെ സിംറ്റംസ് ആയിട്ട് 1 2 3 4 എന്ന കോഡ് കാണുന്നുണ്ടെങ്കിൽ അതൊരു അസെൻഷൻ കോഡാണ്. നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നു എന്നൊരു മീനിങ് ഉണ്ട്. അതുപോലെ ഞാൻ ധാരാളമായിട്ട് ഈ ഒരു സമയത്ത് ഇപ്പോൾ കാണുന്നത് 777 ആണ്. ഞാൻ അങ്ങനെ 777 കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ യൂട്യൂബിൻ്റെ കമൻസ് ആണെങ്കിലും അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് നോക്കിയപ്പോൾ ഞാനിങ്ങനെ കണ്ടു 1777 അങ്ങനെ ഒക്കെ ഒരു 7ൻ്റെ ഒരു കോമ്പിനേഷൻസ് കണ്ടു. സോ 7 എന്ന് പറയുന്നത് യൂണിവേഴ്സൽ നമ്പറാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ എന്തോ ഒരു മെസ്സേജസ് യൂണിവേഴ്സ് കൺവേ ചെയ്യുന്നുണ്ട്. അതൊന്ന് നമ്മൾ മനസ്സിലാക്കി ഡീകോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഈ പറയുന്ന കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാനിങ്ങനെ കണ്ടു, അതെന്താണ്, അങ്ങനെ ഒരാളെ ചോദിച്ച് മനസ്സിലാക്കാനല്ല ആ ഒരു നമ്പർ പറഞ്ഞു തരുന്നത്. നിങ്ങൾ സ്വയം ഇരുന്ന് വിലയിരുത്തി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ മെഡിറ്റേഷനിലിരിക്കുമ്പോൾ കൂടുതൽ ചോദിക്കുക, ഞാൻ എന്താണ് ഈ നമ്പർ കാണുന്നത്, അത് യൂണിവേഴ്സ് എനിക്ക് എന്ത് മെസ്സേജസാണ് തരുന്നത് എന്ന് യൂണിവേഴ്സിനോട് ചോദിക്കുക. നമ്മൾ വിചാരിക്കുക നമ്മളിങ്ങനെ പറയുമ്പോൾ അവർ കേൾക്കുന്നില്ല എന്ന്. നമ്മുടെ ആൻസസ്റ്റേഴ്സ്, അതുപോലെ നമ്മുടെ യൂണിവേഴ്സ്, ഇവരെല്ലാം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളവരെ വിളിക്കാത്തതിന് കുറവ് മാത്രമേ ഉള്ളൂ. നമ്മൾ കംപ്ലീറ്റ്ലി അവരെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ യു പ്ലീസ് ഹെൽപ്പ് മീ, അല്ലെങ്കിൽ എൻ്റെ ആർക്കേഞ്ചൽസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു ഡിവൈന് വിളിക്കുമ്പോൾ അവരെന്തായാലും നിങ്ങളിലേക്ക് ഓടി വരും. അത് അവർ നേരിട്ട് വരികയായിരിക്കില്ല, അവർ പല രീതിയിലൂടെ അല്ലെങ്കിൽ ഓരോ ആൾക്കാർ നിങ്ങളിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ഹെൽപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ സ്വയമായിട്ട് വിലയിരുത്തി ഈ ഒരു സിംറ്റംസൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ, അതുപോലെ ഇന്ന് വയറിന് അപ്സെറ്റ് ആവാനുള്ള ചാൻസസ് ഫീൽ ചെയ്തു. ലൈക്ക് നന്നായിട്ട് ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ക്ലെൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫുഡിലൂടെ വയറിന് നന്നായിട്ട് ഒരു ഗ്യാസ് ട്രബിൾസ് ആയിരിക്കും, അല്ലെങ്കിൽ മോഷൻ നന്നായിട്ട് മീൻസ് കുറേ പ്രാവശ്യം പോകുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, അത് ക്ലെൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അതുപോലെ എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ഫുഡ് കഴിക്കുന്നത് വളരെ കുറഞ്ഞു, ലിക്വിഡ് ഫുഡായി. ഞാൻ ലൈവിൽ പറഞ്ഞു തോന്നുന്നു. ഫുഡിനോട് ചില ഫുഡ് മീൻസ് റൈസിനോട് കംപ്ലീറ്റ്ലി സോളിഡ് ഫുഡിനോട് ഒരു ഇൻട്രസ്റ്റ് കുറവ് വരിക, കൂടുതൽ വെള്ളം, അല്ലെങ്കിൽ ഞാനിപ്പോൾ കോഫിയാണ് കുടിച്ച് പോകുന്നത്. എനിക്ക് ഭക്ഷണം ഹങ്കർ, ആ വിശപ്പ് അങ്ങനെ കുറയുന്ന പോലെ നമുക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ആ സ്പേസ് കൊടുക്കാനായിരിക്കും. പുതിയ കോഡ്സുകൾ അല്ലെങ്കിൽ പുതിയ DNA അസെൻഷൻ ചേഞ്ചസ് വരുമ്പോൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ നമുക്ക് നടക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഈ ഒരു സമയം ഹെർമിറ്റ് മോഡായിട്ട് കൂടുതൽ നിങ്ങളിൽ ഫോക്കസ് ചെയ്യാം. ഞാൻ ലൈവ് ഇപ്പോൾ വരുന്നതൊക്കെ വളരെ കുറവായിരിക്കും, കാരണം ഞാനും എൻ്റെ അസെൻഷനിലേക്ക് ഒന്നുകൂടി ഫോക്കസ് ചെയ്യുകയാണ്. കാരണം എനിക്ക് കുറേ അങ്ങനത്തെ ഡൗൺലോഡ്സ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങളെല്ലാവരും സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. DM-നെ അവരവരെ വഴിക്ക് വിടുക. കാരണം ലൈവിൽ റീഡ് ചെയ്യുമ്പോൾ കുറേ പേരുടെ കാണാം എന്നാണ് എൻ്റെ യൂണിയൻ നടക്കുക. അവർ ഒരു യൂണിയൻ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുന്നവർ മേ ബി സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ലോ വൈബ്രേഷനിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലൊന്നും ആയിരിക്കും. നോർമൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിന് ട്വിൻ ഫ്ലെയിം ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ മാരിറ്റൽ ആൻഡ് ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് ഡിഫറൻസസ് പറഞ്ഞിട്ട്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത് രണ്ടും വ്യത്യാസമാണ്. ഒന്ന് ലസ്റ്റുമാണ്, ഒന്ന് ആ ഒരു ഇൻറ്റൻസ് ഒരു ഫീലിംഗ് ആണ്. അത് നമ്മൾ കാണണമെന്നില്ല, ഡെയിലി വിളിക്കണമെന്നില്ല, മെസ്സേജ് ചെയ്യണമെന്നില്ല. 10 കൊല്ലോ 5 കൊല്ലോ മാസങ്ങളോളം നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ദാറ്റ് ബോണ്ട് റിമെയിൻ ചെയ്യും. ആ ബോണ്ട് കുറയില്ല, അത് കൂടുതൽ സ്ട്രോങ് ആയി വരികയും ചെയ്യാം. പക്ഷെ വേറൊരു എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള അഫെയർ ആണെങ്കിൽ അവിടെ ബോണ്ടല്ല ഉണ്ടാവുക, അവിടെ പ്ലഷർ അല്ലെങ്കിൽ ആ ഒരു
എന്തോ കിട്ടാത്ത കാര്യം ഒരാളിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു പ്ലഷറായിരിക്കും കൂടുതൽ, ലെസ്റ്റിലായിരിക്കും കൂടുതലുണ്ടായിരിക്കുക. അത് അവിടെ അവർക്ക് ഇതുപോലെ കാണാതെയോ ഒന്നും ഇരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ ഇഷ്യൂസസ് വരും. ബിക്കോസ് നമ്മൾ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് ആ ഒരാൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ യൂണിയൻ എന്താണ് പുറത്ത് ചിന്തിക്കേണ്ട ആവശ്യം? ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റേജിലെത്തി. ഇന്നർ യൂണിയൻ പ്ലസ് ഡിവൈൻ യൂണിയൻ ആയിട്ടുണ്ട്. പിന്നെ ഞാനും എൻ്റെ DM-ഉം തമ്മിൽ ഓൾറെഡി മാരീഡാണ്. 5Dയിൽ ഞാൻ തന്നെയാണല്ലോ അവൻ തന്നെയാണല്ലോ ഞാൻ. അപ്പോൾ ഞാൻ പുറത്തുനിന്നൊരു യൂണിയന് വേണ്ടി ഔട്ട്സൈഡിൽ നോക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഈ ഒരു 7/7 പോർട്ടൽ ആൻഡ് ഈ ന്യൂ മൂണ് എനിക്ക് കുറച്ച് തോന്നി നല്ല രീതിയിൽ. എനിക്ക് കുറച്ച് ദിവസമായിട്ട് എനിക്ക് വന്നതാണ്. മേ ബി എൻ്റെ ഈ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവർക്കും ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ലൈക്ക് പറഞ്ഞപ്പോൾ ഇച്ചിങ്, ബ്ലഡൊക്കെ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആവുന്നൊരവസ്ഥ. ഡ്രീം സ്റ്റേറ്റ് നന്നായിട്ട് വരുന്നു, ഉറക്കത്തിന് ബുദ്ധിമുട്ട് വരുന്നു, ചിലപ്പോൾ നന്നായി ഉറങ്ങുന്നു. ഓക്കെ, വേറൊരു കാര്യം, 2 ദിവസമായിട്ട് ഏഞ്ചൽസിൻ്റെ പ്രസൻസ് എനിക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. ഞാൻ ആകാശത്ത് നോക്കിയപ്പോൾ വലിയൊരു ആർക്കേഞ്ചൽ, വലിയൊരു മാലാഖ, വലിയ ചിറകുള്ള മാലാഖ ഇങ്ങനെ നിൽക്കുന്നു ആ ആകാശം നിറഞ്ഞിട്ട്. അപ്പം ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ അമ്മേനെ കാണിച്ച് കൊടുക്കുമ്പോഴേക്കും അതങ്ങനെ പോയി. അങ്ങനെ കുറേ മാലാഖയുടെ പ്രസൻസ്. കാരണം ഞാൻ കുറച്ച് മുന്നേ ഇങ്ങനെ ചോദിച്ചിരുന്നു യൂണിവേഴ്സിനോട്, യൂണിവേഴ്സ് എനിക്ക് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏഞ്ചൽസിനെ കാണാനും സംസാരിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. മേ ബി ഇപ്പോൾ ഞാൻ കാണുന്ന വീഡിയോസ് കൂടുതൽ, എനിക്ക് വരുന്ന വീഡിയോസ് ഫുൾ ആർക്കേഞ്ചൽസിൻ്റെയും. ടെറേസ മാമിൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടു ആർക്കേഞ്ചൽസ് വന്ന് അവരെ നർച്ചർ ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്ത് പോകുന്നത്, ലൈക്ക് ബ്ലെസ് ചെയ്ത് പോകുന്നതൊക്കെ. അതൊപ്പം എനിക്ക് തോന്നിയത് ഞാൻ അന്ന് ആഗ്രഹിച്ചത് ഇപ്പോൾ വരുമ്പോൾ അത് നമുക്ക് കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ കൂടുതൽ ഡിവൈനുമായിട്ട് അടുക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാനും അറിയാനും ഒക്കെ സാധിക്കും. കാരണം നമ്മളവിടെ പ്യുവർ ആകുന്നു എന്നൊരു അർത്ഥം കൂടി നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ 777 നന്നായിട്ട് കാണുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിൽ നിങ്ങൾക്ക് എന്തോ ഒരു മെസ്സേജസ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്ന കാര്യം, നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഇരുന്ന് നോക്കി ഇതെന്തായിരിക്കും. അല്ലെങ്കിൽ യൂണിവേഴ്സിൽ ചോദിക്കുക, ഇതിൻ്റെ മീനിങ് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആൻസർ കിട്ടും. നിങ്ങളത് കേട്ടിട്ട് നേരെ പോയിട്ട് ഏതെങ്കിലും ഹീലറോട് ചോദിക്കുമ്പോൾ നിങ്ങളൊരിക്കലും അവർ പറയുന്ന കാര്യം നിങ്ങൾക്ക് റിസീവ് ആവാൻ സാധിക്കില്ല. കാരണം മേ ബി ഡയറക്റ്റ് അവർ വന്ന് പറഞ്ഞു തരുമ്പോൾ അല്ലെങ്കിൽ വേറൊരാളിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് അവരുടെ പ്രസൻസ് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല അവരാണോ പറയുന്നത് എന്ന്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ സയൻസിലൂടെ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളതൊക്കെ മനസ്സിലാക്കി നമ്മൾ സ്വയം ഡീകോഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ അങ്ങനൊരു സൈക്കിക് ഒരു മീഡിയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നേരിട്ട് വന്ന് കോണ്ടാക്റ്റും ചെയ്യാനും ലൈക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വരാനൊക്കെ ഉള്ളൊരു ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ലൈഫിൽ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടുന്നില്ല, അത് ഡിലേ ആയി പോവുകയാണ്, അല്ലെങ്കിൽ അപ്പോൾ അതിനൊന്നും വിഷമിക്കുന്ന കാര്യമില്ല. വിഷമം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരാവശ്യമില്ല. നമ്മളൊരാൾ വിട്ടു പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ സോളാണ്. നിങ്ങൾ സോൾ കോൺഷ്യസ് രീതിയിൽ കാണുക. അവരവരുടെ കർമ്മം കഴിഞ്ഞു അവർ പോയി. അതിപ്പോൾ നമ്മുടെ ഫാമിലി ആണെങ്കിലും നമ്മുടെ എത്ര അടുത്തുള്ള കണക്ഷൻ ആണെങ്കിലും അവരുടെ കർമ്മം കഴിഞ്ഞു അവർ പോയി. അവർക്ക് കൂടുതൽ ബ്ലെസ്സിങ്സ് കൊടുക്കുക. ഇനി അടുത്ത ലൈഫ് ടൈം എടുക്കാൻ വേണ്ടി അവർ പോവുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ യൂണിവേഴ്സിലേക്ക് മെർജ് ചെയ്യുന്നതായിരിക്കാം. അതൊരു കർമ്മം അനുസരിച്ചിട്ടായിരിക്കും. നമ്മളിങ്ങനെ പെയിൻ കൊടുക്കുമ്പോൾ അവർക്കും അവരുടെ സോള് പിന്നെ അവർ കൂടുതൽ വേദനിക്കും. അവർക്ക് അറിയാൻ സാധിക്കും നമ്മൾ വേദനിക്കുമ്പോൾ അവരവിടെ നിന്ന് അറിയുന്ന എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ വൈഫ് വേദനിക്കുന്നുണ്ട്. അവർക്ക് കൂടുതൽ ടെൻഷൻ ആവുകയാണ് ചെയ്യുക. നമുക്കാണ് കാണാൻ സാധിക്കാത്ത അവർക്ക് നമ്മളുടെ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാം അവർക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാത്തിലും യൂണിവേഴ്സിലേക്ക് കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് എന്ത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊരു സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ആദ്യം യൂണിവേഴ്സിനോട് ചോദിച്ചിട്ട് ചെയ്യുക. പറ്റുകയാണെങ്കിൽ ടാരോ റീഡിങ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്, നല്ല രീതിയിൽ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡിവൈനുമായിട്ടുള്ളൊരു കണക്ഷൻ, ഡെയിലി മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ടാരോ റീഡിങ് പഠിക്കാൻ ഉള്ള ആ ഒരു എബിലിറ്റി ഉണ്ട് എന്ന് പറയാം. അല്ലാതെ ചുമ്മാ വീഡിയോസ് കണ്ടുകൊണ്ട് ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രം പോകരുത്. ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ് ടാരോ റീഡിങ്
ചെയ്യേണ്ടത്. ബിക്കോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവൈൻ തരുന്ന മെസ്സേജസ് നിങ്ങൾക്ക് കൺവേ ആവില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനായിരിക്കും ഗൈഡൻസസ് കൊടുക്കുക. അത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അപ്പോൾ എന്തായിരിക്കും, അതൊരു കർമ്മം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളെ പഠിപ്പിച്ച ആ ഒരു ടീച്ചർക്കും കിട്ടും ആ ഒരു കർമ്മ. ബിക്കോസ് അതങ്ങനെയാണ് ഈ കർമ്മ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഒരു സമയം, ഈ 5 months സാറ്റേൺ റിട്രോഗ്രേഡ് ചിലവർക്ക് നല്ല രീതിയിൽ ബ്ലെസ്സിങ്സും ഫിനാൻഷ്യൽ അബണ്ടൻസും അല്ലെങ്കിൽ കരിയറിൽ നല്ല ഗ്രോത്ത് കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട്. ചിലവർക്ക് അത് ഡിലേ ആവാനുള്ള ചാൻസസ് ഉണ്ട് അക്കോർഡിംഗ് ടു ദർ കർമ്മ. അപ്പോൾ മാക്സിമം കർമ്മ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ വേറൊരു കാര്യം, ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ചിലവർ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നുണ്ട്. അത് അവർ അറിവില്ലാതെ ചെയ്യുന്നതാണ്. അവർക്ക് എന്തായാലും അതിൻ്റെ കർമ്മ ലഭിക്കും. ബിക്കോസ് അവർ ബോഡി കോൺഷ്യസ് ആയിട്ട് 3D മെട്രിക്സിൽ പുച്ഛിക്കുന്ന രീതിയിൽ, ബിക്കോസ് അവരുടെ ഉള്ളിൽ അതാണ് അവർ പുറത്തേക്ക് അത് എക്സ്പെൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽസൊക്കെ ഉള്ളവരാണെങ്കിൽ അതിലൊന്നും കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഞാൻ ലൈവിൽ വരും പറയാറുണ്ട്, നെഗറ്റീവ് കമൻറ്റ്സ് ഇടാതെ നിങ്ങൾക്കാണ് ബാധിക്കുക, എനിക്കൊന്നും സംഭവിക്കില്ല. ബിക്കോസ് ഞാൻ ഓറ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ ഡിവൈൻ്റെ മീഡിയം ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഒരു ഡിവൈനിൽ നിന്നുള്ള ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനത്തെ നെഗറ്റീവ് കമൻറ്റ്സ് റിപ്ലൈ ഒക്കെ കൊടുക്കുമ്പോൾ കൂടുതൽ നമ്മളെ എനർജി വാമ്പയേഴ്സ് ആയിരിക്കും. അവർ മേ ബി ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ ഉള്ള ഒരു ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഒട്ടും ഭയങ്കര ലോ ആയിട്ടുള്ള നാർസിസിസ്റ്റ് ആയിരിക്കാം. അങ്ങനത്തെ ആൾക്കാരാണ് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവർക്ക് ഇടാൻ തോന്നിക്കുന്നവർ. ബിക്കോസ് അവരുടെ ആത്മാവ് കുറച്ച് നീചമായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഫാമിലി ലൈൻ അങ്ങനെ വളർന്നു വന്നതായിരിക്കും. അവരാരും നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കാൻ അത് ഇല്ലാത്തവരായിരിക്കാം. ഒന്നല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അവർ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അത് അവരുടെ കർമ്മ അവർക്ക് കിട്ടും. നിങ്ങളതിലൊന്നും ഡെസ്പാവാൻ പോകണ്ട. കുറച്ച് പേര് യൂട്യൂബ് ഉള്ളവരുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവർക്കും കൂടിയാണ് പറയുന്നത്. ഒന്നിലും നമുക്ക് തോന്നുകയാണ് ഈ ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ആ ഒരു റിസീവിങ് മോഡ് അവർക്ക് എത്തിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എനർജിയിൽ ആ ഒരു പേഴ്സൺ ഇല്ലയെന്ന് കാണുകയാണെങ്കിൽ സ്മൈൽ ചെയ്യുക, യൂണിവേഴ്സിലേക്ക് കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുക. ഒന്നും പറയാൻ പോകണ്ട. ബിക്കോസ് നമ്മുടെ എനർജി അവർ കൊണ്ടുപോവുക ചെയ്യുക. മാക്സിമം നമ്മുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതിൽ വലിയൊരു ഘടകമാണ് എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ദിവസം നമ്മുടെ ഓരോ ഷാഡോ വർക്ക്സ് ചെയ്യുക. ഫിയർ ഉണ്ടായിരിക്കും നമുക്ക്, ഇനിയും ദേഷ്യം ഉണ്ടായിരിക്കും, എന്താ പറയുക, പല രീതിയിലുള്ള ഇഷ്യൂസസ് നമുക്ക് ഉണ്ടായിരിക്കും. അതൊക്കെ ഓരോ നമ്മൾ എത്രയും നമ്മളെ ഒരു എന്താ പറയുക ഡയമണ്ടൊക്കെ പോളിഷ് ചെയ്യുന്ന പോലെ അങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ നമ്മുടെ ഡിവൈൻ, നമ്മൾ മെയിൻലി ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്ക് വന്നിട്ടുള്ളത് നമ്മളുടെ 100% ആ റിയൽ സെൽഫ്, ആ റിയൽ ഞാൻ കണ്ടുപിടിക്കാനും അറിയാനും സോളിന് വിസ്ഡം ലഭിക്കുവാനാണ്. ഈ ഭൂമിയിൽ ഓരോ സൃഷ്ടികളും ഭൂമിയിൽ ജനിച്ചിട്ടുള്ളത് അവർക്ക് സോളിന് വിസ്ഡം കിട്ടാനാണ്. വിസ്ഡം കിട്ടിക്കഴിഞ്ഞാൽ കർമ്മ അവിടെ സെറ്റിൽമെൻറ്റ് ആവുകയാണ്. എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ ഒരാളെ നമ്മളൊരു ഉപദ്രവിക്കുന്നു, കൊല്ലുന്നു. ഓക്കെ, അത് മേ ബി കഴിഞ്ഞ ജന്മത്തിൽ ആ ആൾ ഇയാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കർമ്മയാണ് വീട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാണ് സോളിൽ വിസ്ഡം ഉണ്ട്. ഓക്കെ, അതൊരു സെറ്റിൽമെൻ്റ് ആണ്, അതങ്ങനെ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ ഗിൽറ്റ് എടുത്ത് വയ്ക്കില്ല നമ്മുടെ ആത്മാവ്, അവിടെ സെറ്റിൽമെൻറ്റായി. ഇല്ല, നമുക്ക് റിവെഞ്ചും കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ എഗെയിൻ ഈ കർമ്മ ഇങ്ങനെ ലൂപ്പ് പോലെ നെക്സ്റ്റ് ലൈഫ് ടൈം വരും. അപ്പോൾ ആൾ മറ്റാളെ കൊല്ലും. ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇതിലൊരു സ്റ്റോപ്പും ഉണ്ടാവില്ല. അൺലിമിറ്റഡ് ആയിട്ടുള്ള ലൂപ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ചിലവർ സെയിം ലൂപ്പ് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ സെയിം പേഴ്സൺ പിന്നെയും പ്രശ്നം ഉണ്ടാക്കണു, പിന്നെ അത് പോയി കുറച്ച് മാസങ്ങൾക്ക് എഗെയിൻ വന്നിട്ട് പിന്നെയും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവരെന്ത് ആണ് നമ്മളുടെ ഉള്ളിൽ നിന്ന് പറയുന്നത്, എന്താണ് നമ്മുടെ എനർജി ക്ലിയർ ആക്കാൻ പറയുന്നത്, അത് ശ്രദ്ധിച്ചിട്ട് അത് ഹീൽ ചെയ്യുമ്പോൾ ആ പാറ്റേൺ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുകയാണ്. അപ്പോൾ നമ്മൾക്ക് യൂണിവേഴ്സിനെ വിളിച്ച് നമ്മൾ യൂണിവേഴ്സിനെ കംപ്ലീറ്റ്ലി മനസ്സറിഞ്ഞ് വിളിക്കുകയാണെങ്കിൽ അവർ കേൾക്കും. അവരിവിടെ തയ്യാറാണ്. നമുക്ക് എന്താണോ വേണ്ടത് കംപ്ലീറ്റ് യൂണിവേഴ്സിലേക്ക് കൊടുത്ത് നമുക്കിതാണ് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നന്നായി മെഡിറ്റേഷൻ ചെയ്യുക. അതിന് ശേഷം യൂണിവേഴ്സിനോട് ഇപ്പോൾ യൂണിവേഴ്സ് എനിക്കിങ്ങനെ ഒരു കാര്യം ആഗ്രഹമുണ്ട്, ഞാനത് യൂണിവേഴ്സിലേക്ക് കംപ്ലീറ്റ്ലി തരുന്നു, എനിക്കത് നല്ലതാണെങ്കിൽ അത് മീൻസ് നമുക്കറിയില്ല നമുക്ക് എന്താണ് യൂണിവേഴ്സ് എഴുതി വെച്ചിട്ടുള്ളതെന്ന്. മീൻസ് നമ്മൾ തന്നെയാണ് എഴുതി വെച്ചിട്ടുള്ളത്, നമുക്കത് ഓർമ്മയില്ലല്ലോ. അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു കാര്യം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ബ്ലെസ്സിങ്സ് നമുക്ക് തന്നെ കൊടുത്തിട്ട് നമ്മൾ ലെറ്റ് ഗോ ചെയ്ത് പോകുമ്പോൾ നമുക്കത് നല്ലതാണെങ്കിൽ നമുക്കത് എന്തായാലും ലഭിക്കും. ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ച് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിരിക്കും. ചിലവർ ചില കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അപ്പോൾ അതെത്രയൊക്കെ നോക്കിയിട്ട് നടക്കുന്നില്ല.
എങ്കിൽ നാളെ ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ പഠിച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും വലിയൊരു ഡേഞ്ചർ വരാനുണ്ടായിരിക്കും. അപ്പോൾ അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ അങ്ങനെ ദീർഘവീക്ഷണത്തോടെ കാണുമ്പോൾ ലൈഫ് ഭയങ്കര സിമ്പിളാണ്, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, സോ ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് സിംറ്റംസും എസെൻഷ്യലായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുമ്പോൾ ജസ്റ്റ് റിലാക്സ്, ടെറസിലൊക്കെ വന്ന് കുറച്ച് നേരം ശുദ്ധമായി ശ്വസിക്കുക. നല്ല രീതിയിൽ നമ്മളുടെ മീ ടൈം എടുക്കുക. വിഷമം തോന്നുമ്പോൾ നമുക്ക് ലെറ്റർ എഴുതി കത്തിച്ച് കളയാം, ലെറ്റ് ഗോ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോകും. എന്ന് കരുതി പ്രശ്നങ്ങൾ വരില്ല, അങ്ങനെ പ്രശ്നങ്ങൾ വരും, പക്ഷെ നമുക്ക് നേരിടാനുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കും, സ്ട്രെങ്ത്ത് കിട്ടും. ഓക്കെ, സോ നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണി പോകുന്നവർ ഈ ഒരു പോർട്ടൽസ് കുറച്ച് കുഴപ്പം പിടിച്ചതാണ്. കാരണം നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുകയാണ് യൂണിയനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറച്ചധികം ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റിൽമെൻറ്റ് ആക്കുകയാണ്. അപ്പോൾ നിങ്ങളും അതിൽ സഹകരിച്ച് പോവുക. ഓക്കെ, സോ താങ്ക് യു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ടാരോ റീഡിങ്, ടാരോ കോഴ്സ് പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്തുനിന്ന് എൻ്റെ എനർജി നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. നിർബന്ധം ഒന്നും അങ്ങനെയില്ല. നിങ്ങൾക്ക് ആരുടെ അടുത്തു നിന്നാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കും. ബിക്കോസ് അത് നിങ്ങൾക്ക് സോൾ പർപ്പസ് ആയിരിക്കും. അതൊക്കെ ഒരു തുടക്കമായിരിക്കും. പിന്നെ അതിൽ നിന്നായിരിക്കും കൂടുതൽ ഹീലിങ്ങും പല പല ഓപ്ഷനിലേക്ക് നിങ്ങൾ ഡിറക്റ്റ് ചെയ്ത് പോവുക. ഓക്കെ, സോ കിട്ടുന്ന സമയം യൂട്ടിലൈസ് ചെയ്യുക. നാളെ നമുക്കുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇന്ന് ഈ പ്രസൻറ്റ് ഡേ, ഈ ദിവസം എൻ്റെ ലാസ്റ്റ് ഡേ ആണ്, ഞാൻ എങ്ങനെയാണ് ജീവിക്കുക അങ്ങനെ നമ്മൾ ജീവിക്കുക. ഹാപ്പിയായി, അധികം കർമ്മങ്ങൾ ചെയ്യാതെ എല്ലാവരോടും ഈക്വലായിട്ട് അൺകണ്ടീഷണലി കമ്പാഷനേറ്റായിട്ടും ഫോർഗീവ് ചെയ്ത് എല്ലാവർക്കും ബ്ലെസ്സിങ്സൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ പോവുക. ഓക്കെ, നമുക്ക് നല്ലതല്ല എന്ന് തോന്നുന്ന ഗ്രൂപ്പുകളിൽ നിന്നും അങ്ങനത്തെ എനർജിയിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അതിൽ നിന്നത് കൊണ്ട് ഒരു കാര്യമില്ല. ഇത് പറയില്ല, ചില വാതിലുകൾ അടച്ചിടുന്നതാണ് നല്ലത്. ബിക്കോസ് അത് തുറന്നിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. സോ ബെറ്റർ നമ്മുടെ എനർജി എപ്പോഴും ബൗണ്ടറി വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു. എല്ലാവരും ബ്രീത്തിങ് ഒക്കെ ചെയ്ത് കൂളായിട്ടിരിക്കുക. ഓക്കെ, സോ താങ്ക് യു. എല്ലാവരെയും ഞാൻ എൻ്റെ മെഡിറ്റേഷനിൽ ഉൾപ്പെടുത്താറുണ്ട്. ഓക്കെ, താങ്ക് യു.